പഴയകാല സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു KR വിജയ. 60കളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരറാണിയായി അറിയപ്പെട്ട KR വിജയെ തേടി നിരവധി അവസരങ്ങളെത്തി. ഭക്തി സിനിമകളിൽ ദേവിയായി നിരവധി തവണ KR വിജയ അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്ത് ദേവി കഥാപാത്രം എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിൽ KR വിജയായിരുന്നു. 1966 KR വിജയ വിവാഹിതയാകുന്നത്. മഠത്തിൽ വേലായുധൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്. ഹേമലത എന്ന മകളും ദമ്പതികൾക്ക് പിറന്നു. 2016 KR വിജയയുടെ ഭർത്താവ് മരിക്കുന്നത്. KR വത്സല, KR സാവിത്രി, ശശികല, രാധ എന്നീ സഹോദരിമാരും നാരായണൻ എന്ന സഹോദരനും KR വിജയ്ക്കുണ്ട്. KR വിജയെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് നടിയുടെ സഹോദരിയും നർത്തകിയുമായ KR വത്സല. ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇവർ മനസ്സ് തുറക്കുന്നത്. വീട്ടിലെ മൂത്ത കുട്ടി എൻ്റെ ചേച്ചിയാണ്. അവർ കലയിലൂടെ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചു. പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ സാധിച്ചു. ചേച്ചി കലാരംഗത്തേക്ക് വന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ടു. ആ കഷ്ടതകളൊന്നും ഞങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ചേച്ചി ശ്രദ്ധിച്ചു. എൻ്റെ അച്ഛൻ്റെ പൂർവികർ ആന്ധ്രയിൽ നിന്നുള്ളവരാണ്. വൈശ്യ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ. അദ്ദേഹം ആഡംബരത്തോടെ ജീവിച്ച വ്യക്തിയാണ്. ഒരു കാലത്ത് മിലിറ്ററിയിൽ ചേർന്നു. എൻ്റെ അമ്മാവനോടൊപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മയെ കണ്ട് മയങ്ങി. അവർ പ്രണയിച്ച് വിവാഹം ചെയ്തു. അക്കാലത്ത് ജാതി മാറി വിവാഹം ചെയ്യുന്നത് വലിയ പ്രശ്നമാണ്. വീട്ടുകാരെ എതിർത്താണ് വിവാഹം ചെയ്തത്. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും KR വത്സല പറഞ്ഞു. അച്ഛന് ഞങ്ങൾ സഹോദരിമാർ കലാരംഗത്ത് ഉയരണമെന്നായിരുന്നു ആഗ്രഹം. ലളിത, പത്മിനി, രാഗിണി സഹോദരിമാരുമായിരുന്നു അന്നത്തെ താരതമ്യം. അവരെ പോലെ കലാരംഗത്ത് പ്രബലരായി ഞങ്ങളും വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ചേച്ചിയെ സിനിമയിലേക്കും എന്നെ നൃത്തത്തിലേക്കും വിട്ടു. ഞങ്ങളെ വളർത്താൻ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും KR വത്സല വ്യക്തമാക്കി. അച്ഛൻ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. നാടുതോറും ചുറ്റി നടന്നിരുന്നതിനാൽ ചേച്ചിക്ക് ഞങ്ങളെ വളർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും ഉത്തരവാദിത്വം വന്നെന്നും KR വത്സല ചൂണ്ടിക്കാട്ടി. KR വിജയയുടെ കരിയറിലെ പ്രശസ്തിയെക്കുറിച്ചും സഹോദരി സംസാരിച്ചു. അക്കാലത്ത് മേക്കപ്പ് മാനും കോസ്റ്റ്യൂമറും ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഹോംവർക്ക് ചെയ്യുന്നു. ദൈവത്തിൻ്റെ വേഷമാണെങ്കിൽ സ്കെച്ച് അയക്കും. ദേവി വേഷങ്ങൾ ചെയ്യുമ്പോൾ ചേച്ചി നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കില്ലായിരുന്നെന്നും KR വത്സല പറയുന്നു. പൂജകൾ ചെയ്യും. അതിനായുള്ള ഡെഡിക്കേഷൻ കാണിക്കും. സ്വാമി വേഷം എന്നാൽ വലിയ കഷ്ടമാണ്. ആ കോസ്റ്റ്യൂമും ഭാരമുള്ള ആഭരണങ്ങളും ധരിച്ചു നിൽക്കണം. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ബുദ്ധിമുട്ടാണ്. അക്കാലത്ത് ഡബ്ബിംഗ് ഇന്നത്തെ പോലെയല്ല. മുകളിൽ മൈക്ക് വെച്ച് കെട്ടുകയാണ്. അതനുസരിച്ച് പറയണം. വലിയ ഡയലോഗായിരിക്കും. ഇന്നത്തെ പോലെ പ്രോംപ്റ്റിംഗ് ഇല്ലായിരുന്നുവെന്നും KR വത്സല വ്യക്തമാക്കി.